Irredeemable preference shares. These are shares which are repaid only on winding up the company. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ അത്തരത്തിലുള്ള അവരുടെ ഷെയർ ക്യാപിറ്റൽ അവർ മുടക്കിയിട്ടുള്ള തുക തിരികെ കിട്ടാനുള്ള അർഹത ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളൂ. അതായത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറിന് ഉള്ളൂ. പിന്നെ അടുത്ത പോയിൻ്റ്, അറ്റ് പ്രസൻറ്റ് ആസ് പെർ സെക്ഷൻ 55 ഓഫ് Companies Act 2013, such type of shares cannot be issued by any Indian company. ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. എല്ലാ കമ്പനികളും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ മാത്രമേ ഇഷ്യൂ ചെയ്യാറുള്ളൂ. ഇനി അടുത്തത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതിൽ മെറിറ്റ്സ് കേട്ടോ. ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആർ ബെനിഫിഷ്യൽ ടു ദി കമ്പനി ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അത് കമ്പനിക്കും ബെനിഫിഷ്യലാണ്, ഒപ്പം തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ബെനിഫിഷ്യലാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ എടുത്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കമ്പനികൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അവർക്കും ബെനിഫിഷ്യലായിരിക്കും. ഇനി ദ ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് ഓഫ് ദീസ് ഷെയർസ് ആസ് ഫോളോസ്. ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജനറലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് പവർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് പവർ ഇല്ല. സോ ദി എക്സൈറ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ലോസ്റ്റ് ദി മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളിംഗ് പവർ ഓൺ ദി കമ്പനി. അതായത് നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളിംഗ് പവർ അവരുടെ നഷ്ടപ്പെടില്ല. സെക്കൻഡ് വൺ, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് എ ലീഗൽ ഒബ്ലിഗേഷൻ. സോ ദ കമ്പനി ക്യാൻ പോസ്റ്റ്പോൺ ദി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇറ്റ് ക്യാൻ എൻജോയ് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതൊരു ലീഗൽ ഒബ്ലിഗേഷനൊന്നുമല്ല. ഏതെങ്കിലും കാരണവശാൽ കമ്പനിക്ക് ഫ്യൂച്ചറിലേക്ക് പണം നീക്കി വെക്കണം എല്ലാ ഡിവിഡൻഡായിട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഡയറക്ടർ ബോർഡിന് തീരുമാനിക്കുക ഈ വർഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണ്ടെന്ന്. അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള തീരുമാനം വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ലീഗൽ ഒബ്ലിഗേഷനൊന്നും ഇല്ല എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. കമ്പനിക്ക് അതിൻ്റെ കയ്യിലുള്ള പണം പരമാവധി പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ സാധിക്കും. ഇനി തേർഡ് വൺ, പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് സിൻസ് ദി പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് എ ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ. അതായത് കമ്പനിക്ക് നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷെയറുകൾ ഉള്ളത് സഹായിക്കും. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ഒരു ഫിക്സ്ഡ് റേറ്റുള്ള ഡിവിഡൻഡാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡിൻ്റെ റേറ്റിനേക്കാളും കൂടുതലായി പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോഫിറ്റിന് അർഹത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. നിശ്ചിത നിരക്കിലുള്ള ഡിവിഡൻഡ് മാത്രം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്താൽ മതി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കിയുള്ള പ്രോഫിറ്റ് എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിനാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അത് ബെനിഫിഷ്യലാണ്. ഇനി ഫോർത്ത് വൺ, പ്രിഫറൻസ് ഷെയർസ് എൻഹാൻസ് ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ഫേം ആസ് ഇറ്റ് ഈസ് ജനറലി റിഗാർഡഡ് ആസ് പാർട്ട് ഓഫ് ദി നെക്സ്റ്റ് വർത്ത്. പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് നിശ്ചിത നിരക്കിൽ ഉള്ള ഡിവിഡൻഡ് കൊടുത്താൽ മതി. അത് ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ലാഭം ഉണ്ടെങ്കിലും ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പണം നീക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഒരു കാര്യമാണ്. ഇനി ഫിഫ്ത്ത് ആണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് എക്സെപ്റ്റ് വെൻ ഡിവിഡൻഡ് arrears exit. Thus the ordinary shareholders span of controlling is preserved. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിൻ്റെ മേലിൽ അരിയേഴ്സ് കിട്ടാനുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കുകയുള്ളൂ. അവരുടെ ഡിവിഡൻഡ് കൃത്യമായി കൊടുത്തു തീർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സ്പാൻ ഓഫ് കൺട്രോൾ അവർക്ക് നല്ല രീതിയിൽ കമ്പനിയെ ഭരിക്കാൻ സാധിക്കുന്നു.
ഇനി 6th വൺ കേട്ടോ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ബെനിഫിറ്റ് ഫ്രം ദി എക്സസ് പ്രോഫിറ്റ്സ് എക്യൂറിങ് to the company as ordinary shareholders do because dividend payment are restricted to the state amount. എക്സസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. എക്സസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല. അതെല്ലാം ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. 7th one, the mortgageable assets of the firm are conserved as no collateral is pledged in favor of preference shareholders. മോർഗേജബിൾ അസറ്റ്സ് ഒന്നും കമ്പനിക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടതില്ല. അങ്ങനെ പണയപ്പെടുത്താൻ പറ്റുന്ന അസറ്റുകളൊന്നും കമ്പനിക്ക് പണയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള കൊളാറ്ററൽ ആയിട്ടുള്ള സെക്യൂരിറ്റികളൊന്നും കൊടുക്കേണ്ടതില്ല. ഇനി 8ാമത്തത്, ദി ഷെയർ ഹോൾഡർ ഏൺസ് എ സ്റ്റേബിൾ ഡിവിഡൻഡ് റേറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് സ്റ്റേബിൾ ഡിവിഡൻഡ് റേറ്റ്. ഇനി അടുത്തത് ഡിമെറിറ്റ്സ്. ദി ഫോളോവിങ് ആർ ദി ഡിമെറിറ്റ്സ് ഓഫ് ദി പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് വൺ, പ്രിഫറൻസ് ഷെയർസ് ഇൻ ഇന്ത്യ ആർ ക്യുമുലേറ്റീവ് ഇൻ നാച്ചർ. സോ ഡിവിഡൻഡ്സ് ഷുഡ് ബി പെയ്ഡ് ഇൻ ഏരിയസ്. ഇറ്റ് വിൽ എഫക്ട് ദി ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കമ്പനി. ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പ്രിഫറൻസ് ഷെയർസും ക്യുമുലേറ്റീവ് ആണ്. അതായത് ഏതെങ്കിലും ഒരു വർഷം ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ലാഭം ഉണ്ടാകുമ്പോൾ ആ ഡിവിഡൻഡ് കൊടുക്കണം. കമ്പനിയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ കൈവശമുള്ള പണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി സെക്കൻഡ് വൺ, ദി റേറ്റ് ഓൾ ഡിവിഡൻഡ് പെയ്ഡ് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ മച്ച് ഹയർ ദാൻ ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഡിബഞ്ചേഴ്സ്. സാധാരണ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന പലിശയേക്കാളും കൂടുതലാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് സാധാരണയായിട്ട് നമ്മൾ പലിശ കൊടുക്കേണ്ടി വരിക. ഇനി തേർഡ് വൺ, ദി റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർസ് ഈസ് മോർ. ദി റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർസ് ഈസ് മോർ ദാൻ ദി ഡിവിഡൻഡ് റേറ്റ് ഓഫ് ദി പ്രിഫറൻസ് ഷെയർസ്. എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് സാധാരണ എക്സസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആ ഒരു ഡിവിഡൻറ്റിനേക്കാൾ ഉയർന്ന ഡിവിഡൻഡാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. ഫോർത്ത് വൺ, പ്രിഫറൻസ് ഷെയർസ് ലാക്ക് ലിക്വിഡിറ്റി ഇൻ മാർക്കറ്റ്. സോ ദി ഹോൾഡേഴ്സ് ആർ നോട്ട് ഗെറ്റിംഗ് ചാൻസ് ടു മേക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറവാണ്. 5ാമത്തെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ഓൺലി എ റൈറ്റ് ടു വോട്ട് ഓൺ മാറ്റേഴ്സ് എഫക്റ്റിംഗ് ദെയർ റേറ്റ്സ്. സോ ദേ കാണ്ട് റെപ്രസെൻറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. വോട്ടിംഗ് റേറ്റ് ഒക്കെ വരുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് കിട്ടാത്ത അവസ്ഥ, അതായത് അവരുടെ താല്പര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഇനി അടുത്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അതിൽ മെയിനായിട്ടുള്ള അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർസ് ആർ ഷെയർസ് വിച്ച് ഡു നോട്ട് എൻജോയ് പ്രിഫറൻഷ്യൽ റേറ്റ്സ്. ഇനി പ്രിഫറൻസ് ഷെയർസിന് നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദി ഷെയർസ് വിച്ച് എൻജോയ് പ്രിഫറൻഷ്യൽ റേറ്റ്സ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് റേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഓൾവേസ് ക്യാരി വോട്ടിംഗ് റേറ്റ്സ്. പ്രിഫറൻസ് ഷെയർസ് ഡു നോട്ട് ക്യാരി വോട്ടിംഗ് റേറ്റ്സ്. ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് ദി റിയൽ ഓണേഴ്സ്. കൺവേർട്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ക്യാൻ നെവർ ബി കൺവേർട്ടഡ് ടു എനി അതർ ടൈപ്പ്. പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇനി അടുത്ത റിഡംഷൻ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ക്യാൻ നോട്ട് ബി റിഡീംഡ്. പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ്. പ്രിഫറൻസ് ഷെയർസ് റിഡീംഡ് ആണ്, മറ്റേത് നോട്ട് റിഡീംഡ് ആണ്, ക്യാൻ നോട്ട് ബി റിഡീംഡ് ആണ്. പിന്നെ പേ ഓഫ് ഡിവിഡൻറ്റ്, അതിൽ ഇക്വിറ്റി ഷെയർസിന് നോക്കുമ്പോൾ ഡിവിഡൻറ്റ് ഈസ് പെയ്ഡ് ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതിൻ്റെ പ്രിഫറൻസ് ഷെയർസിന് നോക്കുമ്പോൾ ദർ ഈസ് പ്രയോറിറ്റി ഇൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കഴിഞ്ഞു. താങ്ക് യു.